ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ ആണ്, SMPS. അപ്പോൾ അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം ഏകദേശം എന്തുണ്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ വരുന്നുണ്ട്, ഫിഗറിൽ എന്തൊക്കെ ഉള്ളതൊക്കെ നമ്മൾ ബ്ലോക്ക് ഡയഗ്രത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ നമ്മൾ നോക്കിയിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ വർക്കിംഗ് നോക്കണം. ജസ്റ്റ് നമുക്ക് ഈ ബ്ലോക്ക് ഡയഗ്രാം ചെറിയൊരു കൺഫ്യൂസിങ് ആണ്, ജസ്റ്റ് കുറച്ചും കൂടി ഒരു സിമ്പിളായിട്ടുള്ളൊരു ബ്ലോക്ക് ഡയഗ്രാം ഉണ്ടാകും നോക്കാം. ജസ്റ്റ് ഒരു നമ്മളെന്താണ് SMPS ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ളൊരു ബ്ലോക്ക് ഡയഗ്രാമാണ്. ജസ്റ്റ് നമ്മൾക്ക് എന്ത് ചെയ്യുക, ഇത് വെച്ചിട്ടുണ്ട് ഇതിലെങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് നടക്കുന്നത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെന്താണ് കൊടുക്കുന്നത്, ഇൻപുട്ടിൽ AC സപ്ലൈ ആണ് കൊടുക്കുന്നത്. അതിവിടെ കാണിച്ചിട്ടുണ്ട്, അത് നമ്മൾ റെഡായിട്ട് എന്നത് കാണിച്ചതാണ്. ഇൻപുട്ട് സപ്ലൈ AC ആണ് കാണിച്ചത്. അത് നമ്മളെന്ത് ചെയ്യും, നേരെ റെക്ടിഫയർ വെച്ച് എന്തുണ്ട്, സെവർ അല്ലെങ്കിൽ ഫിൽറ്റർ ഉണ്ട്. ആ റെക്ടിഫയർ ഫിൽറ്റർ എന്ത് ചെയ്യും, അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അൺകൺട്രോൾഡ് റെക്ടിഫയർ ആണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യും, കിട്ടുന്ന AC എന്ത് ചെയ്യും, അത് DC ആയി കൺവേർട്ട് ചെയ്ത് തരും. ആ DC നമ്മൾ നേരെ എന്ത് ചെയ്യും, നമ്മളെ സ്വിച്ചിങ് സർക്യൂട്ടിലേക്ക് കൊടുക്കും. ആ സ്വിച്ചിങ് സർക്യൂട്ട് നേരെ എന്ത് ചെയ്യും, അത് നേരെ നമ്മളെ ഹൈ ഫ്രീക്വൻസി സ്വിച്ചിങ് സർക്യൂട്ട് കാണിക്കുകയാണ് എന്ത് ചെയ്യും, അത് കിട്ടിയ DCനെ എന്ത് ചെയ്യും, നമ്മൾ പിന്നെ എന്ത് ചെയ്യും, അത് AC ആയി കൺവേർട്ട് ചെയ്യാറ്. ചിലപ്പം ഒന്നെങ്കിൽ ഇൻവേർട്ടർ സെക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇൻവേർട്ടർ സെക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. ആ ഇൻവേർട്ടർ സെക്ഷൻ എന്ത് ചെയ്യും, നമ്മൾ കിട്ടിയ DC എന്ത് ചെയ്യും, പിന്നെ അത് AC ആക്കി കൺവേർട്ട് ചെയ്യും. AC ആയി കൺവേർട്ട് ചെയ്ത് നേരെ നമ്മൾ പോകുന്നത് എങ്ങോട്ടാണ്, ഹൈ ഫ്രീക്വൻസി AC ട്രാൻസ്ഫോമറിലേക്കാണ് പോകുന്നത്. ഹൈ ഫ്രീക്വൻസി AC ട്രാൻസ്ഫോമറിൻ്റെ ആ AC ഫ്രീക്വൻസി ട്രാൻസ്ഫോമറിൽ രണ്ട് പ്രൈമറിയും സെക്കൻഡറിയും സെയിം ടേൺസ് ആയിരിക്കും ഉണ്ടാവുക. അത് നേരെ നമ്മൾ എന്ത് ചെയ്യും, അത് നേരെ കിട്ടിയ ഔട്ട്പുട്ട് നേരെ എന്ത് ചെയ്യും, നമ്മൾ ഹൈ ഫ്രീക്വൻസി റെക്ടിഫയറും കൺവേർട്ടറും ഉണ്ട്. അപ്പോൾ കിട്ടിയ ACനെ എന്ത് ചെയ്യും, അത് പിന്നെ നമ്മൾ DC ആയി കൺവേർട്ട് ചെയ്യും. ആ DC നേരെ നമ്മൾ എന്ത് ചെയ്യും, ഫിൽറ്റർ ചെയ്യും. അതിൻ്റെ ഉള്ള റിപ്പിൾസ് ഹാർമോണിക്സ് ഒക്കെ ഒഴിവാക്കി ഫിൽറ്റർ ചെയ്യും. ഫിൽറ്റർ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യും, ഒരു DC റെഗുലേറ്റഡ് സപ്ലൈ കിട്ടും. അതിനെ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ആ ഫിൽറ്റർ നേരെ അതുകൊണ്ട് ഔട്ട്പുട്ട് വോൾട്ടേജിനെ എന്ത് ചെയ്യണം, നമ്മൾ സാമ്പിൾ, അതായത് നമ്മൾ അതിൻ്റെ ഇത് ടെസ്റ്റ് ചെയ്യാൻ എന്താ പറയുക, നമ്മൾ എന്ത് ചെയ്യുക, ഔട്ട്പുട്ട് വോൾട്ടേജോ, അതായത് ഔട്ട്പുട്ട് ഓഫ് ദ DC സപ്ലൈസ് റെഗുലേറ്റഡ് ബൈ മീൻസ് ഓഫ് എ ഫീഡ്ബാക്ക് കൺട്രോൾ. അത് നമുക്കൊരു ഫീഡ്ബാക്ക് കൺട്രോൾ സർക്യൂട്ടിലേക്ക് കൊടുക്കും. അവിടെ നമുക്ക് എന്താവും, ഒരു PWM, അതായത് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ഉണ്ടാവും. ഇപ്പോൾ നമുക്കിവിടെ ലാസ്റ്റ് കിട്ടിയ ഫിൽറ്റേർഡ് DC ഔട്ട്പുട്ട് എന്ത് ചെയ്യും, നമ്മൾ നേരെ അത് ഒരു എന്ത് ചെയ്യും, പൾസ് വിഡ്ത്ത് മോഡുലേഷൻ സർക്യൂട്ടിലേക്ക് കൊടുക്കും. അവിടെ നമുക്ക് എന്താവും, പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ഉണ്ടാവും. അതെന്ത് ചെയ്യും, നമുക്ക് കിട്ടിയ എന്ത് ചെയ്യും, PWM കൺട്രോളർ എന്ത് ചെയ്യും, നമ്മളെ കൺട്രോൾഡ് വോൾട്ടേജ് കമ്പയർ ചെയ്യുന്നത് സോ ടൂത്ത് വോൾട്ടേജ് വേവ് ഫോമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ കിട്ടിയ വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യും, അല്ലെങ്കിൽ കമ്പയർ ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും, കമ്പയർ ചെയ്ത് സ്വിച്ചിങ് സർക്യൂട്ട് വഴി നേരെ എന്ത് ചെയ്യും, അത് പിന്നെ നേരെ സ്വിച്ചിങ് സർക്യൂട്ടിലേക്ക് പാസ് ചെയ്യും. അത് നേരെ എന്ത് ചെയ്യും, അതേ പ്രോസസ്സ് പിന്നെയും നമ്മളെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇത് ജസ്റ്റ് എന്താണ്, നമ്മളൊരു SMPS ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ള ബ്ലോക്ക് ഡയഗ്രാമാണ്. ഒന്നുമില്ല, ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യട്ടെ, ഒരു അൺറെഗുലേറ്റഡ് DC സപ്ലൈ എന്താക്കുക, നമ്മൾ റെഗുലേറ്റഡ് DC സപ്ലൈ ആക്കി മാറ്റുകയാണ്. പക്ഷേ നമ്മൾ ഇൻപുട്ട് AC കൊടുത്തു, ACനെ കൺവേർട്ടർ വെച്ച് കൺവേർട്ട് ചെയ്തു, റെക്ടിഫയർ വെച്ച് കൺവേർട്ട് ചെയ്ത് ആ DCനെ എന്ത് നമ്മൾ പിന്നെ എന്ത് ചെയ്ത് AC ആയി കൺവേർട്ട് ചെയ്ത് ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ വഴി ട്രാൻസ്ഫോം ചെയ്ത് പിന്നെ എന്ത് ചെയ്യും, അത് പിന്നെ അതിനെ കൺവേർട്ട് ചെയ്തു. പിന്നെ നമ്മൾ ഫിൽറ്റർ വഴി നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ ഹാർമോണിക്സൊക്കെ ഒഴിവാക്കിയാൽ റെഗുലേറ്റഡ് സപ്ലൈ കിട്ടും. അത് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ റെഗുലേറ്റ്, അതായത് ഫീഡ്ബാക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഫീഡ്ബാക്ക് സർക്യൂട്ടിലേക്ക് കൊടുക്കുകയാണ്. അതിൽ നമുക്ക് എന്തൊക്കെ ഉണ്ട്, ഒരു പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ഉണ്ട്. അത് ലാസ്റ്റ് എന്ത് ചെയ്യും, അത് നേരെ സ്വിച്ചിങ് സർക്യൂട്ടിലേക്ക് കൊടുക്കും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഈ ബ്ലോക്ക് എന്ത് ചെയ്യും, കണ്ടിന്യൂ ആവും. അപ്പോൾ ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യും, ഔട്ട്പുട്ടിലൊരു റെഗുലേറ്റഡ് DC ഔട്ട്പുട്ട് സപ്ലൈ കിട്ടും. അപ്പോൾ ഇതാണ് ജസ്റ്റ് എന്ത് ചെയ്യുന്നത്, ഇതിനൊരു സിമ്പിളായിട്ടുള്ള ബ്ലോക്ക് ഡയഗ്രാം. അത് നമുക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ വർക്കിംഗ് നോക്കാം. ഓക്കെ, ഇതിൽ നമ്മൾ ഫസ്റ്റ് പറയുന്ന പോയിൻ്റ് എന്താണ്, ഇൻ സ്വിച്ചിങ് പവർ സപ്ലൈസ്. ഈ ഇതിൽ എന്താണ്, ട്രാൻസ്ഫോമർ സ്വിച്ചിങ് പവർ സപ്ലൈൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എന്താണ്, DC വോൾട്ടേജ് എന്താണ്, ഫ്രം വൺ ലെവൽ ടു അതിനകത്ത് ഒരു ലെവൽ ഉള്ള DC വോൾട്ടേജിന് അതിൻ്റെ വേറെ ലെവലിലേക്ക് ട്രാൻസ്ഫോർമേഷൻ ചെയ്യണം. ഈ ഇംപ്ലിമെൻ്റ് യൂസിങ് എന്താണ്, ഒരു DC to DC കൺവേർട്ടർ സർക്യൂട്ട് വെച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് അറിയാം, ബ്ലോക്ക് ഡയഗ്രത്തിൽ നമുക്ക് എന്തുണ്ട്, സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു EMI ഫിൽറ്റർ ഉണ്ട്, അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ഉണ്ട്. പിന്നെ ഒരു റെക്ടിഫയർ ഫിൽറ്റർ ഉണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ട് ഒരു നമുക്ക് DC കൺവേർഷൻ ഉണ്ട്, കൂടുന്ന ഒരു ഇൻവേർട്ടർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തൊരു ഫീഡ്ബാക്കിൻ്റെ സർക്യൂട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ DCനെ എന്ത് ചെയ്യുക, ഒരു വോൾട്ടേജിൽ എന്ത് ചെയ്യുക, വേറൊരു ലെവൽ ഓഫ് വോൾട്ടേജിലേക്ക് മാറ്റുകയാണ്. ഇങ്ങനെ ഒരു DC to DC കൺവേർട്ടർ സർക്യൂട്ട് വെച്ചിട്ട്. പിന്നെ അതിൻ്റെ അടുത്ത് പോയിൻ്റ് എന്താണ്, ദ ഇൻപുട്ട് AC വോൾട്ടേജ് ഈസ് റെക്ടിഫൈഡ് ഇൻ ടു എ അൺറെഗുലേറ്റഡ് DC. അതായത് ഇൻപുട്ട് കിട്ടുന്ന AC വോൾട്ടേജ് ആണ്, അതിനെ നമ്മൾ എന്ത് ചെയ്തിട്ട് ഒരു റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്, അൺറെഗുലേറ്റഡ് DC വോൾട്ടേജ് ആയിട്ട് റെക്ടിഫൈ ചെയ്ത്. എങ്ങനെ, യൂസിങ് എ ഡയോഡ് റെക്ടിഫയർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്ത് ആ ACനെ എന്ത് ചെയ്ത് അൺറെഗുലേറ്റഡ് DC വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്ത്. ഒരു EMI ഫിൽറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ടു എന്താണ്, അവിടെ നമ്മൾ ഫിൽറ്ററിങ് പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, EMI ഫിൽറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. EMI എന്ന് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ഫിൽറ്ററാണ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഫിൽറ്ററിങ്ങിന് പ്രോസസ്സിന് വേണ്ടി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എന്തുണ്ട്, ആ യൂസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഇൻപുട്ട് AC ആരെ EMIയിലേക്ക് കൊടുക്കും. ആ EMI എന്ത് ചെയ്യും, അതിനെ ഫിൽറ്റർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെക്ടിഫയറിലേക്ക് കൊടുക്കുന്നത്.
അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി, ഒരു DC അൺറെഗുലേറ്റഡ് വോൾട്ടേജ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, അൺറെഗുലേറ്റഡ് DC ഇസ് പാസ് ത്രൂ എ DC ടു DC കൺവേർഷൻ സർക്യൂട്ട്. അപ്പോൾ അടുത്ത് നമുക്ക് എന്താ പറയുക, ഒരു DC ടു DC കൺവേർഷൻ സർക്യൂട്ടാണ് വിത്ത് ഐസൊലേഷൻ ഉള്ളൊരു അതിനാണുള്ളത് സർക്യൂട്ടാണുള്ളത്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഈ DCയിലെ അൺറെഗുലേറ്റഡ് വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്യും, പാസ് ചെയ്യും. അത് എന്ത് ചെയ്യും, ഈ സർക്യൂട്ടിൽ എന്ത് ചെയ്യും, അതിനത് ഇൻവേർട്ടഡ് ചെയ്യുന്ന ഔട്ട്പുട്ട് ഇസ് ഫെഡ് ടു ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറിലേക്ക്. അത് നമ്മൾ എന്ത് ചെയ്യും, ഈ കിട്ടിയ DC അൺറെഗുലേറ്റഡ് വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്യും, ഒരു DC ടു DC കൺവേർഷൻ സർക്യൂട്ടിലേക്ക് പാസ് ചെയ്യും. ആ പാസ് ചെയ്തിട്ട് അവിടെ എന്ത് നടക്കും, അത് ഇറ്റ് ഈസ് ഇൻവേർട്ടഡ്, അതിനെന്ത് ചെയ്യും, അത് DC അത് ഇൻവേർട്ടഡ് ആയിട്ട് അത് AC ആയിട്ട് മാറും. ആ ഔട്ട്പുട്ട് എന്ത് ചെയ്യും, നമ്മളൊരു ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറിലേക്ക് ഫെഡ് ചെയ്യും. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ട്രാൻസ്ഫോമറാണ് എന്ത് ചെയ്യും, വെരി സ്മോൾ ഇൻ സൈസാണ് ഡ്യൂ ടു ഹൈ ഫ്രീക്വൻസി പറഞ്ഞു, ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറാണ് യൂസ് ചെയ്യുന്നത്. ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറിൻ്റെ പ്രത്യേകത എന്താണ്, അത് വെരി സ്മോൾ ഇൻ സൈസ്, നല്ല ചെറിയ സൈസ് ആയിരിക്കുന്നത്, കാരണം അത് ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറാണ്. ഹൈ ഫ്രീക്വൻസി ആയതുകൊണ്ടാണ് അത് വളരെ ചെറിയൊരു ട്രാൻസ്ഫോമറാണ് ഉണ്ടാവുക. പിന്നെ അതിൻ്റെ എന്തായിരിക്കും, ബോത്ത് പ്രൈമറിയും സെക്കൻഡറിയും എന്തായിരിക്കും, ടേൺസ് എന്തായിരിക്കും, ഈക്വലായിരിക്കും. അതായത് ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയും അതേപോലെ സെക്കൻഡറിയുള്ള ടേൺസ് എന്തായിരിക്കും, രണ്ടും ഈക്വലായിരിക്കും. സാധാ ട്രാൻസ്ഫോമർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മളെ ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ വളരെ ചെറുതായിരിക്കും. അതേപോലെ എന്ത് അതിൻ്റെ പ്രൈമറിയിലും സെക്കൻഡറിയിലും എന്തായിരിക്കും, നമ്പർ ഓഫ് ടേൺസ് എന്തായിരിക്കും, ഈക്വലായിരിക്കും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് അൺറെഗുലേറ്റഡ് DCനെ ഇൻവേർട്ട് ചെയ്ത് DC ടു DC കൺവേർഷൻ സർക്യൂട്ടിലേക്ക് കൊടുത്ത് അതിനെ എന്ത് ചെയ്ത് ഇൻവേർട്ട് ചെയ്ത് ആ ഇൻവേർട്ട് ചെയ്ത ഔട്ട്പുട്ട് നമ്മൾ എന്ത് ചെയ്തു, ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറിലേക്ക് ഫെഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, എന്ത് ചെയ്തു ഔട്ട്പുട്ട്, അതായത് ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ ഔട്ട്പുട്ട് എന്ത് ചെയ്തു, നമ്മളൊരു റെക്ടിഫയറിലേക്ക് ഒപ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. റെഗുലേറ്റഡ് DC ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് നേരെ നമ്മൾ റെക്ടിഫയർ പ്ലസ് ഫിൽറ്റർ സർക്യൂട്ടിലേക്ക് ഫെഡ് ചെയ്യും. റെക്ടിഫയർ പ്ലസ് ഫിൽറ്റർ സർക്യൂട്ട് എന്ത് ചെയ്യും, അതിനെ കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു റെഗുലേറ്റഡ് DC വോൾട്ടേജ് തരും. അതേപോലെ എന്ത് ചെയ്യും, അതിലുള്ള റിപ്പിൾസ് കണ്ടൻറ്റ് ഹാർമോണിക്സ് ഒക്കെ എന്ത് ചെയ്യും, ഫിൽറ്റർ ചെയ്തിട്ട് അറ്റ് ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും, ഒരു റെഗുലേറ്റഡ് DC വോൾട്ടേജ് ആയിരിക്കും. പിന്നെ അടുത്ത പോയിന്റ് പറഞ്ഞാൽ ദ ഔട്ട്പുട്ട് ഓഫ് ദ DC സപ്ലൈ ഈസ് റെഗുലേറ്റഡ് ബൈ മീൻസ് ഓഫ് എ ഫീഡ്ബാക്ക് കൺട്രോൾ. അതെന്ത് ചെയ്യും, നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് DC സപ്ലൈ എന്ത് ചെയ്യും, റെഗുലേറ്റ് ബൈ എന്താണ്, മീൻസ് ഓഫ് എ ഫീഡ്ബാക്ക് കൺട്രോൾ. അതെന്ത് ചെയ്യും, പിന്നെ നമ്മളൊരു ഫീഡ്ബാക്ക് കൺട്രോൾ വഴി റെഗുലേറ്റ് ചെയ്യാൻ ചെയ്യും. അതായത് യൂസിങ് എന്താണ്, PWM കൺട്രോളർ വെച്ചിട്ട് നമുക്ക് കിട്ടിയ റെഗുലേറ്റഡ് DC സപ്ലൈ വോൾട്ടേജ് എന്ത് ചെയ്യും, ഒരു ഫീഡ്ബാക്ക് സർക്യൂട്ടിൽ നമ്മൾ ഫെഡ് ചെയ്യും. ആ ഫീഡ്ബാക്ക് സർക്യൂട്ടിൽ നമുക്കുള്ളത് എന്താണ്, ഒരു പൾസ് വിഡ്ത്ത് മോഡുലേഷൻ കൺട്രോളറാണ്, അതായത് PWM കൺട്രോളറാണ് ഉള്ളത്. അതേപോലെ നമുക്ക് എന്തുണ്ട്, ഹൈ ഫീഡ്ബാക്ക് സർക്യൂട്ടിൽ നമുക്കൊരു ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ ഉണ്ട്, ഒരു PWM കൺട്രോളർ ഉണ്ട്, അതേപോലെ എന്തുണ്ട്, സ്വിച്ച് ബേസ് ഗേറ്റ് ഡ്രൈവ് സർക്യൂട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഇവിടെ നമുക്ക് ഇന്ന് കാണാൻ എന്താണ്, ഇതാണ് നമ്മളെ ഫീഡ്ബാക്കിൻ്റെ സർക്യൂട്ടായിട്ട് വരുന്നത്. ഈ ഫീഡ്ബാക്ക് സർക്യൂട്ടായിട്ടാണ് ഇത് കാണിച്ചത്. ഇത് നമുക്ക് എന്തുണ്ട്, ഒരു PWM ഇൻവേർട്ടർ ഉണ്ട്, കൺട്രോളർ ഉണ്ട്, ഒരു ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ ഉണ്ട്, പിന്നെ നമുക്ക് എന്താ സ്വിച്ച് ഗേജ് ഡ്രൈവ് സർക്യൂട്ട് ഉണ്ട്, പിന്നെ എന്തുണ്ട്, എറർ ഉണ്ടെങ്കിൽ ആംപ്ലിഫൈ ഉള്ളൊരു എറർ ആംപ്ലിഫയറും ഉണ്ട്. അപ്പോൾ അതാണ് നമ്മളെ ഫീഡ്ബാക്കുള്ള സർക്യൂട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് കിട്ടിയ എന്ത് ചെയ്തിട്ടുണ്ട്, DC റെഗുലേറ്റർ വോൾട്ടേജ് നമ്മൾ നേരെ എന്ത് ചെയ്തിട്ടുണ്ട്, PWM ഇൻവേർട്ടറിലേക്ക് ഫെഡ് ചെയ്തിട്ടുണ്ട്. അതവിടെ എന്ത് ചെയ്യും, നമ്മളെ കൺട്രോൾ വോൾട്ടേജ് അതേപോലെ റെഫറൻസ് വോൾട്ടേജും കൂടി എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. അത് നേരെ എന്ത് ചെയ്യും, നമ്മൾ ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറിലേക്ക് PWM കൺട്രോളർ കമ്പയർ ചെയ്തിട്ട് നേരെ എന്ത് ചെയ്യും, നമ്മൾ ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറിലേക്ക് ഫെഡ് ചെയ്യും. ഓക്കെ, നമ്മളിവിടെ പറഞ്ഞു ഔട്ട്പുട്ട് ഓഫ് DC സപ്ലൈ എന്ത് ചെയ്തിട്ടുണ്ട്, ഈസ് റെഗുലേറ്റഡ് ബൈ മീൻസ് ഓഫ് എ ഫീഡ്ബാക്ക് കൺട്രോളർ ഈ ഫീഡ്ബാക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മളൊരു PWM കൺവേർട്ടർ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അടുത്ത എന്തായിരിക്കും, കൺട്രോൾ വോൾട്ടേജും അതേപോലെ നമ്മളെ റെഫറൻസ് വോൾട്ടേജും, അതായത് കൺട്രോൾ വോൾട്ടേജും നമ്മുടെ റെഫറൻസ് വോൾട്ടേജ് V0 റെഫറൻസും എന്ത് ചെയ്യും, കമ്പയർഡ് ഇൻ PWM കൺവേർട്ടറിൽ എന്ത് ചെയ്യും, അതിനെ നമ്മളെ കൺട്രോൾ വോൾട്ടേജും അതേപോലെ നമ്മളെ റെഫറൻസ് വോൾട്ടേജ് എന്ത് ചെയ്യും, നമ്മളെ PWM കൺവേർട്ടറിൽ എന്ത് ചെയ്യും, കൺട്രോളർ എന്ത് ചെയ്യും, അത് കമ്പയർ ചെയ്ത് എന്ത് ചെയ്യും, സ്വിച്ചിങ് ഫ്രീക്വൻസി സർക്യൂട്ടിലേക്ക് ഫെഡ് ചെയ്യും. അതായത് നമുക്ക് കിട്ടിയ DC റെഗുലേറ്റർ വോൾട്ടേജ് നേരെ നമ്മളെ ഫീഡ്ബാക്ക് സർക്യൂട്ടിലെയാണ് ഫെഡ് ചെയ്യുന്നത്. അവിടെ എന്ത് ചെയ്യും, അത് നേരെ നമ്മളെ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ കൺട്രോളിലേക്കാണ് ഫെഡ് ചെയ്തത്. അത് നേരെ എന്ത് ചെയ്യും, നമ്മളെ കൺട്രോൾ വോൾട്ടേജും അതേപോലെ നമ്മളെ റെഫറൻസ് വോൾട്ടേജ് എന്ത് ചെയ്യും, രണ്ടും കമ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യും, എന്നിട്ട് നമ്മളെ പൾസ് വിഡ്ത്ത് PWM കൺട്രോളറിൽ അത് രണ്ടും കമ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യും, അത് നേരെ നമ്മളെ ഹൈ ഫ്രീക്വൻസി സ്വിച്ചിങ് സർക്യൂട്ടിലേക്ക് ഫെഡ് ചെയ്യും. അവിടെ നമുക്ക് എന്താ ഉള്ളത്, സ്വിച്ച് ബേസ്ഡ് ഡ്രൈവ് സർക്യൂട്ടാണുള്ളത്. അത് എന്ത് ചെയ്യും, അതിലേക്കാണ് ഫെഡ് ചെയ്യുന്നത്. അവിടെ എന്ത് ചെയ്യും, ഒരു ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്.
പിന്നെ നമ്മളെന്താ പറയുന്നത് അത് എന്ത് നമ്മൾ സ്വിച്ചിങ് ഫ്രീക്വൻസിയിലേക്ക് ഫെഡ് ചെയ്തു. അവിടെ നമ്മൾ എന്ത് ഒരു ഇലക്ട്രിക്കൽ ഐസൊലേഷൻ ഇൻ ഫീഡ്ബാക്ക് ലൂപ്പ് ഈസ് പ്രൊവൈഡ് ബൈ എന്താണ് ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറാണ്. അപ്പോൾ ഇവിടെ ഇലക്ട്രിക്കൽ ഐസൊലേഷൻ എന്താ ഫീഡ്ബാക്ക് സർക്യൂട്ട് ലൂപ്പിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ് ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറാണ്. അതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മളെ ഫീഡ്ബാക്ക് നമ്മളെ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ PWM കൺട്രോളറിൽ നിന്ന് അതിൻ്റെ ഔട്ട്പുട്ട് നേരെ ഫെഡ് ചെയ്യുന്നത് ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറിലേക്കാണ്. അവിടെ ഇലക്ട്രിക്കൽ ഐസൊലേഷൻ ഫീഡ്ബാക്ക് ലൂപ്പ് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്തതെന്ന് ഈ ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറാണ്. അവിടെ നമുക്ക് ഇലക്ട്രിക്കൽ ഐസൊലേഷൻ ഫീഡ്ബാക്ക് ലൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ എന്ത് ചെയ്യും ഒരു ഗേറ്റ് പൾസ് ഈസ് ജനറേറ്റ് ചെയ്യും. അവിടെ എന്ത് ചെയ്യും തന്നെ ഗേറ്റ് പൾസ് ഈസ് ജനറേറ്റർ വിച്ച് ഈസ് ഫെഡ് ടു സ്വിച്ചസ് ഓഫ് DC to DC കൺവേർട്ടർ ത്രൂ എ ഗേറ്റ് ഡ്രൈവ് സർക്യൂട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ കിട്ടി എന്ത് ചെയ്തിട്ടുണ്ട് DC റെഗുലേറ്റർ വോൾട്ടേജ് നമ്മൾ ഫീഡ്ബാക്ക് സർക്യൂട്ടിലേക്ക് ഫെഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഒരു പൾസ് വിഡ്ത്ത് കൺട്രോളർ ഉണ്ട്. അത് നമ്മളെ കൺട്രോൾ വോൾട്ടേജും അതായത് റെഫറൻസ് വോൾട്ടേജിനും കമ്പയർ ചെയ്ത് നേരെ എന്ത് ചെയ്യും അത് സ്വിച്ചിങ് ഫ്രീക്വൻസിയിലേക്ക് ഫെഡ് ചെയ്യും. സ്വിച്ചിങ് ഫ്രീക്വൻസിയിൽ നമുക്ക് എന്തൊരു ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ ഉണ്ട്. ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ എന്നാൽ നമുക്കിവിടെ ഇലക്ട്രിക്കൽ ഐസൊലേഷനാണ് ഫീഡ്ബാക്ക് ലൂപ്പിൽ ഇലക്ട്രിക്കൽ ഐസൊലേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്. അങ്ങനെ എന്ത് ചെയ്യും അത് നേരെ നമ്മൾ സ്വിച്ചിങ് സർക്യൂട്ടിലെ ഫെഡ് ചെയ്യും. സ്വിച്ചിങ് സർക്യൂട്ടിൽ എന്ത് ചെയ്യും ഒരു ഗേറ്റ് പൾസ് ജനറേറ്റ് ചെയ്യും. അതായത് ഒരു ഗേറ്റ് പൾസ് ജനറേറ്റ് ചെയ്യും. അതെന്ത് ചെയ്യും നമ്മൾ ഫെഡ് ടു സ്വിച്ചസ് ഓഫ് DC to DC കൺവേർട്ടർ ത്രൂ എ ഗേറ്റ് ഡ്രൈവ് സർക്യൂട്ട്. അതായത് നമ്മളിവിടെ സ്വിച്ചിങ് സർക്യൂട്ട് ഉണ്ട്. സ്വിച്ചിങ് സർക്യൂട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും പവർ മോസ്ഫെറ്റോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുക. അങ്ങനെ പവർ മോസ്ഫെറ്റ് യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും അവിടെ ഒരു ഗേറ്റ് പൾസ് ജനറേറ്റ് ചെയ്യും. ആ ഗേറ്റ് പൾസ് എന്ത് ചെയ്യും നമ്മൾ നേരെ മുന്നേ പറഞ്ഞ DC to DC കൺവേർഷൻ സർക്യൂട്ടിലേക്ക് എന്ത് ചെയ്യും ഫെഡ് ചെയ്യും. ത്രൂ എന്താണ് ഒരു ഗേറ്റ് ഡ്രൈവ് സർക്യൂട്ട് വഴി നമ്മൾ എന്ത് ചെയ്യും അതിനെ നമ്മളെ DC to DC കൺവേർഷൻ സർക്യൂട്ടിലേക്ക് ഫെഡ് ചെയ്യും. എത്രയാണ് നമ്മളെന്ത് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യും ഇൻപുട്ടിൽ നമ്മൾ AC സപ്ലൈ കൊടുക്കും. AC സപ്ലൈ എന്ത് ചെയ്യും നമ്മളെ EMI ഫിൽറ്റർ അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫറൻസ് വഴി നേരെ എന്ത് ചെയ്യും നമ്മളെ റെക്ടിഫയറിലെത്തും. റെക്ടിഫയർ എന്ത് ചെയ്യും അവിടെ ഒരു അൺറെഗുലേറ്റഡ് DC സപ്ലൈ തരും. ആ അൺറെഗുലേറ്റഡ് DC സപ്ലൈ എന്ത് ചെയ്യും നേരെ നമ്മളെ DC to DC കൺവേർഷൻ വിത്ത് ഐസൊലേഷൻ അല്ലെങ്കിൽ ഇൻവെർട്ടർ ഉണ്ടാവും. ആ DCന് എന്ത് ചെയ്യും അൺറെഗുലേറ്റഡ് DC എന്ത് ചെയ്യും ഇൻവേർട്ട് ചെയ്തിട്ട് AC ആക്കി നേരെ എന്ത് ചെയ്യും നമ്മൾ ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറിലേക്ക് ഫെഡ് ചെയ്യും. ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ ആണ് അവിടെ യൂസ് ചെയ്യുന്നത് കാരണം ഹൈ ഫ്രീക്വൻസിക്ക് വേണ്ടിയിട്ടാണ്. അത് വളരെ ചെറിയ സൈസ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ എന്തായിരിക്കും അതിൻ്റെ പ്രൈമറിയും സെക്കൻഡറി എന്തായിരിക്കും നമ്പർ ഓഫ് ടേൺസ് സെയിം ആയിരിക്കും ഈക്വൽ ആയിരിക്കും. അങ്ങനെ ഹൈ ഫ്രീക്വൻസി നേരെ ആയി കിട്ടിയ ഔട്ട്പുട്ട് എന്ത് ചെയ്യും നേരെ നമ്മൾ ഒരു റെക്ടിഫയർ ഫിൽറ്ററിലേക്ക് ഫെഡ് ചെയ്യും. അത് നമ്മൾ എന്ത് ചെയ്യും ആയി കിട്ടിയ AC വോൾട്ടേജ് എന്ത് ചെയ്യും ഒരു റെഗുലേറ്റഡ് DC വോൾട്ടേജ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് തരും. അങ്ങനെ ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യും ഒരു DC റെഗുലേറ്റഡ് ഔട്ട്പുട്ട് കിട്ടും. ആ DC റെഗുലേറ്റഡ് ഔട്ട്പുട്ട് നമ്മൾ എന്ത് ചെയ്യും നേരെ നമ്മളൊരു ഫീഡ്ബാക്ക് സർക്യൂട്ടിലേക്ക് ഫെഡ് ചെയ്യും. ഫീഡ്ബാക്ക് സർക്യൂട്ടിൽ നമുക്കുള്ളത് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരു PWM കൺട്രോളർ ഉണ്ടാവും, ഒരു ഇറർ ആംപ്ലിഫയർ ഉണ്ടാവും, ഒരു സ്വിച്ച് ഗേറ്റ് എന്താണ് ഒരു ഗേറ്റ് സർക്യൂട്ട് ഉണ്ടാവും. ഇതൊക്കെ നമ്മളെ ഫീഡ്ബാക്ക് സർക്യൂട്ടിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കിട്ടിയ DC റെഗുലേറ്റഡ് ഔട്ട്പുട്ട് നമ്മൾ എന്ത് ചെയ്യും ഫീഡ്ബാക്ക് സർക്യൂട്ടിലെ ഫെഡ് ചെയ്യും. അവിടെ എന്ത് ചെയ്യും നമ്മളെ പൾസ് വിഡ്ത്ത് അതായത് PWM കൺട്രോളർ എന്ത് ചെയ്യും നമ്മളെ കൺട്രോൾ വോൾട്ടേജ് അതേപോലെ വോൾട്ടേജ് റെഫറൻസ് വോൾട്ടേജ് എന്ത് ചെയ്യും കമ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യും അത് നേരെ നമ്മളെ ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറിലേക്ക് ഫെഡ് ചെയ്യും. ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ നേരെ എന്ത് ചെയ്യും അതിനൊരു സ്വിച്ചിങ് സർക്യൂട്ടിലേക്ക് ഫെഡ് ചെയ്യും. സ്വിച്ചിങ് സർക്യൂട്ടിൽ എന്ത് ചെയ്യും അവിടെ നമുക്ക് എന്താവുക ഒരു പവർ മോസ്ഫെറ്റോ അല്ലെങ്കിൽ അങ്ങനെ സ്വിച്ചിങ് സർക്യൂട്ട്സ് ഡിവൈസസ് ഉണ്ടാവുക. അത് നമ്മൾ എന്ത് ചെയ്യും അവിടെ ഗേറ്റ് പൾസ് ജനറേറ്റ് ചെയ്യും. ആ ഗേറ്റ് പൾസ് എന്ത് ചെയ്യും നമ്മൾ നേരെ സ്വിച്ചിങ് ഗേറ്റ് ഡ്രൈവ് സർക്യൂട്ട് വഴി നേരെ എന്ത് ചെയ്യും നമ്മളെ മുന്നത്തെ DC to DC കൺവേർഷൻ സർക്യൂട്ടിലേക്ക് ഫെഡ് ചെയ്യും. അത് നേരെ എന്ത് ചെയ്യും പിന്നെ ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ വഴി പിന്നെ ഇതിൻ്റെ റെക്ടിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യും അറ്റ് ലാസ്റ്റ് നമുക്കൊരു റെഗുലേറ്റഡ് DC ഔട്ട്പുട്ട് വരും. അത് ഇവിടെ കിട്ടിയ എന്ത് ചെയ്യും ഗേറ്റ് പൾസ് നമ്മൾ നേരെ അങ്ങോട്ട് ഫെഡ് ചെയ്യുന്നത് വെച്ചാൽ DC to DC കൺവേർഷനാണ് വിത്ത് ഐസൊലേഷനാണ്. ആളെ എന്ത് ചെയ്യും കിട്ടിയ വോൾട്ടേജിൻ്റെ പിന്നെ ഇൻവേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറായി പിന്നെ റെക്ടിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യും അറ്റ് ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും ഒരു DC റെഗുലേറ്റഡ് ഔട്ട്പുട്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മളെ അതായത് നമ്മളെ സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ എന്ന് പറഞ്ഞ SMPSലുള്ള വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് എന്ത് കഴിഞ്ഞ് SMPSൻ്റെ എന്ത് ചെയ്യുക അഡ്വാൻറ്റേജും അതേപോലെ ഡിസഡ്വാൻറ്റേജും നോക്കാം. അഡ്വാൻറ്റേജിൽ ഫസ്റ്റ് വരുന്നതാണ് ഇവിടെ നമ്മൾ ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇയർ നമ്മൾ ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നുണ്ട്. സോ എന്താണ് സൈസ് ആൻഡ് വെയിറ്റ് ഓഫ് സ്വിച്ചിങ് പവർ സപ്ലൈ ആർ റെഡ്യൂസ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറാണ്. ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ നമുക്കറിയാം പൊതുവെ എന്തായിരിക്കും വളരെ ചെറുതായിരിക്കും. അങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് അത് യൂസ് ചെയ്യുന്ന കാരണം നമ്മൾ എന്ത് ചെയ്യും നമ്മളെ സൈസും അതുപോലെ വെയിറ്റും എന്ത് ചെയ്യും സ്വിച്ചിങ് സപ്ലൈൻ്റെ എന്ത് ചെയ്യും റെഡ്യൂസ് ചെയ്യും.
അതേപോലെ എന്താണ് എഫിഷ്യൻസി വളരെ ഹൈ ആയിരിക്കും ഇതിൽ. പിന്നെ എന്ത് ചെയ്യും, SMPS ഓപ്പറേറ്റ് അറ്റ് ലോ AC ഇൻപുട്ട്, അതായത് ചെറിയ ലോ AC ഇൻപുട്ട് വോൾട്ടേജാണ് എന്ത് ചെയ്യും നമ്മൾ SMPS ഓപ്പറേറ്റ് ചെയ്യും. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ അഡ്വാൻറ്റേജ് അറിയുന്നത്. അഡ്വാൻറ്റേജ് ഫസ്റ്റ് പറയുന്നത് എന്താണ്, നമ്മളിവിടെ ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്ന കാരണം എന്ത് ചെയ്യും, സൈസും വെയിറ്റും നമ്മൾ SMPSൻ്റെ വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യും. പിന്നെ എന്തായിരിക്കും, എഫിഷ്യൻസി വളരെ ഹൈ ആയിരിക്കും. പിന്നെ നമുക്ക് എന്ത് ചെയ്യും, SMPS എന്ത് ചെയ്യും ഓപ്പറേറ്റ് എന്താണ് ലോ AC ഇൻപുട്ടിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ഉണ്ട്. നമുക്കറിയാം തൊട്ട് സ്റ്റാർട്ടിങ് നമ്മൾ EMI പ്ലസ് ഫിൽറ്റർ എന്ന് പറയുന്നുണ്ട്. അത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ഉണ്ട്. അതുപോലെ കൺട്രോൾ സർക്യൂട്ട് ഈസ് കോസ്റ്റ്ലി ആണ്. അത് കാരണം നമ്മുടെ സ്വിച്ചിങ് സർക്യൂട്ടും അതുപോലെ ഫീഡ്ബാക്ക് സർക്യൂട്ടും ഒക്കെ വരുന്നത് നമ്മളെ കൺട്രോൾ സർക്യൂട്ട് അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. പിന്നെ എന്താണ്, കോംപ്ലക്സ് സർക്യൂട്ടാണ്. കാരണം നമുക്ക് കുറച്ച് കൺവേർഷൻ ഇവിടെ നടക്കുന്നുണ്ട്. ഫസ്റ്റ് ഇപ്പോൾ നമുക്കറിയാം EMI ഫിൽറ്റർ ഉണ്ട്, അതിനെ പിന്നെ റെക്ടിഫൈ ചെയ്യും, പിന്നെ എന്ത് ചെയ്യും, പിന്നെ DC കൺവേർഷനിലേക്ക് കൊടുക്കും, പിന്നെ ഫീഡ്ബാക്ക് സർക്യൂട്ടിലേക്ക് കൊടുക്കും. അവിടെ നമുക്ക് സ്വിച്ചിങ് ഗേറ്റ് പൾസ് ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നമ്മളെ സർക്യൂട്ട് എന്താണ് കോംപ്ലക്സ് ആണ്, അതേപോലെ എന്താണ് ലെസ് റിലയബിൾ ആണ്. അപ്പോൾ ഇത്രയാണ് എന്ത് നമ്മളിതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഡിസഡ്വാൻറ്റേജ് ഫസ്റ്റ് പറയുന്നത് എന്താണ്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ഉണ്ട്. പിന്നെ എന്താണ്, സർക്യൂട്ട് അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. പിന്നെ എന്താണ്, കോംപ്ലക്സ് ആണ്. അതേപോലെ എന്താണ് ലാസ്റ്റ് ലെസ് റിലയബിൾ ആണ്, അധികം കാലം നിൽക്കും എന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത്രയാണ് എന്ത് നമ്മൾ SMPSൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ടൈപ്സ് ഓഫ് SMPS നോക്കാം. SMPSൻ്റെ ടൈപ്സ് എന്ന് പറയുമ്പോൾ വരുന്ന ടൈപ്സ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വരുന്നതാണ് 3 SMPS എന്തുണ്ട്. ടൈപ്സ് ഓഫ് SMPS ഏത് നോക്കാം. ഫസ്റ്റ് വരുന്നതാണ് എന്ത്, ബക്ക് കൺവേർട്ടർ, ബൂസ്റ്റ് കൺവേർട്ടർ, പിന്നെ വരുന്ന ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ, ഫ്ലൈബാക്ക് കൺവേർട്ടർ, പിന്നെ വരുന്നതാണ് CUK കൺവേർട്ടർ. അങ്ങനെ 5 ടൈപ്പാണ് വരുന്നത്. ടൈപ്സ് ഓഫ് SMPS ഫസ്റ്റ് വരുന്നത് ബക്ക് കൺവേർട്ടർ ആണ്. പിന്നെ ബൂസ്റ്റ് കൺവേർട്ടർ വരുന്നുണ്ട്, പിന്നെ ബക്ക് ബൂസ്റ്റ് വരുന്നുണ്ട്, ഫ്ലൈബാക്ക് വരുന്നുണ്ട്, അറ്റ് ലാസ്റ്റ് CUK കൺവേർട്ടർ എന്ന് പറഞ്ഞാൽ 5 ടൈപ്പാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് SMPS വരുന്നത്. അതേപോലെ നമ്മളെ SMPSൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് എന്താണ് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സാണ്. മെയിനായിട്ടുള്ള അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിലാണ് നമ്മൾ മെയിനായിട്ട് നമ്മളെ SMPS യൂസ് ചെയ്യുന്നത്. അതേപോലെ പിന്നെ യൂസ്ഡ് ഇൻ കാറ്, ട്രക്ക്, ടെലികോം ലൈൻസ്, പ്രൊഡക്ഷൻ പ്ലാന്റ്സ്, ഇതിലൊക്കെ എന്തുണ്ട് നമ്മൾ SMPS യൂസ് ചെയ്യുന്നുണ്ട്. യൂസ്ഡ് ഇൻ കേസ് ഓഫ് TV സെറ്റിലും നമ്മൾ SMPS യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒന്ന് പേഴ്സണൽ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ പോയിൻ്റാണ് യൂസ്ഡ് ഇൻ കാറ്, ട്രക്ക്, ടെലികോം ലൈൻസ്, പ്രൊഡക്ഷൻ പ്ലാന്റ്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അറ്റ് ലാസ്റ്റ് യൂസ്ഡ് ഇൻ കേസ് ഓഫ് TV സെറ്റിൻ്റെ കേസിൽ നമ്മൾ SMPS യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ടൈപ്സ് ഓഫ് SMPS പറഞ്ഞാൽ ബക്ക് കൺവേർട്ടർ, ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ, ഫ്ലൈബാക്ക് കൺവേർട്ടർ, CUK കൺവേർട്ടർ, ഇങ്ങനെ 5 ടൈപ്പാണ് നമുക്കുള്ള കൺവേർട്ടറിൻ്റെ SMPSൻ്റെ ടൈപ്സ് എന്ന് പറയുന്നത്. ഓക്കെ.